ആഹാ, കേശവമാൻ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. ആഹാ, നീ ഇവിടെ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു. മനുഷ്യനെ ഒരുമാതിരി ആക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ഹലോ ഹലോ അളിയ, അളിയ എനിക്ക് അത്യാവശ്യമായിട്ടെ ഇല്ല ഒന്നുമില്ല, ഞാൻ പിന്നെ വിളിക്കാം. എടാ, ഒരു മനുഷ്യന് വേണ്ട അത്യാവശ്യ കാര്യം എന്താന്ന് നിനക്കറിയാവോ? അത്യാവശ്യമായിട്ടൊരു മനുഷ്യന് വേണ്ട ഭക്ഷണം വേണം, പാർപ്പിടം വേണം, വസ്ത്രം വേണം, പിന്നെ നല്ലൊരു ജോലി വേണം, പിന്നെ വീട്ടുകാർക്ക് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ളതാണെങ്കിൽ അവരുടെ ചെലവിൽ പുട്ടടിച്ച് ജീവിക്കാം. എടാ, ഒരു മനുഷ്യന് വേണ്ട അത്യാവശ്യ കാര്യം മനസമാധാനം. അത് വേണം. മനസ്സമാധാനം വേണം. എടാ, ഈ മനസ്സമാധാനം എന്ന് പറയുന്നത് വയറിളക്കം പോലെ. നമുക്കൊന്ന് പോയി ഇരുന്നാൽ തീരും എന്ന് വിചാരിക്കും, പക്ഷെ ഒന്ന് പോയി ഇരുന്നാൽ തീരുവോ? ഒന്ന് പോയിരുന്നാലോ? കഴിഞ്ഞ തവണ എനിക്ക് വയറിളക്കം പിടിച്ചപ്പോ ഞാൻ 15 വരെ എണ്ണി, പിന്നെ എനിക്ക് എണ്ണാൻ പറ്റിയില്ല, കണ്ണിലൊക്കെ ഇരുട്ട് കയറി. പക്ഷെ എന്റെ മനസമാധാനം പോയത് നിന്റെ തലവെട്ടം കണ്ടപ്പെടാം. കേശവമാമന്റെ അച്ഛനും പണ്ട് ഇതാ പറഞ്ഞോണ്ടിരുന്നേന്നേ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എടാ, ഹൈദരാബാദിൽ പോയി എനിക്ക് ആസ്മയ്ക്ക് മീൻ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം, എടാ നീ താഴെ ആറ്റി പോയി ചൂണ്ടയിട്ട് മീനെ പിടിച്ചോണ്ട് വന്നവനല്ലോ. എടാ, നീ എന്റെ കേശവമാമ ഹൈദരാബാദിലാണേലും ഭായിമാര് റോട്ടിൽ നിന്ന് ചൂണ്ടയിട്ടാ പിടിക്കുന്നത്. ഞാൻ കേശവമാമ ഇവിടെ ആറ്റിന്ന് പിടിച്ചില്ലോ ഒന്ന്, അപ്പൊ ഞാനല്ലേ ബെസ്റ്റ്. എടാ, ഞാൻ എന്റെ മരുന്നിനും കഷായത്തിനും വേണ്ടി അവിടെ മരുന്നുണ്ടാക്കിയപ്പം നീ എന്തുവാടാ നാട്ടിൽ പറഞ്ഞോണ്ട് നടന്നേ? ഞാനിവിടെ ചാരായം മാറ്റി വന്നു. തോന്നിയല്ലോ നീ പറയുന്നേ. ബാറ്ററിയും അട്ടയും ശർക്കരയൊക്കെ ഇട്ട് കഷായം ഉണ്ടാക്കുന്ന ആളെ ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല. പിന്നെ എന്റെ കൂട്ടുകാരൻ സുഹേലുണ്ടല്ലോ, കേശവമാമനെ തപ്പി നടക്കുക. എന്നെ തിരക്കായിരുന്നു. സ്നേഹമുള്ള കൊച്ചന, അവനെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് ചോദിക്കാനായിരിക്കും അല്ലയോ? അതൊന്നുമല്ല, കേശവമാമൻ ഉണ്ടാക്കി കൊടുത്ത ബിരിയാണി ഇല്ലേ, അത് കഴിച്ചിട്ട് അവന്റെ ഫുൾ ഫാമിലി ഹോസ്പിറ്റലാ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഹരിദ്വാർ വഴി കാശിക്ക് തീർത്ഥാടനത്തിന് പോയെന്ന് പറഞ്ഞേര് കേട്ടോ. ഉടനെ ഒന്നും വരത്തില്ലെന്ന് പറഞ്ഞേര്. അത് പിന്നെ കേശവമാമൻ കാശിക്ക് പോയില്ലേലും അവൻ കൊണ്ടുപോകും കേശവമാമനെ. അതെങ്ങനാടാ? ഈ കുപ്പിയിലൊക്കെ ആയിട്ടെ ഒഴുക്കാനേ. തോന്നിവാദം പറയല്ലോ കേട്ടോ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ചിരിച്ചിരിക്കാൻ ABC കോമഡി സബ്സ്ക്രൈബ് ചെയ്യുക.